ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിൻ്റെ ബാച്ച് 3 സ്റ്റാർട്ട് ചെയ്യണ വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ലാസ്റ്റ് ബാച്ച് ആയിരിക്കും. അതായത് ബാച്ച് 3 എന്ന് പറയുന്നത് ഈ ഒരു ഇൻടേക്കിലെ ലാസ്റ്റ് ബാച്ച് ആയിരിക്കും. കാരണം ഈ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ SLM ഒന്ന് എടുത്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ ഈ PDF ഒന്ന് കമ്പയർ ചെയ്യുക. നമ്മുടെ PDF അത്രയും സിമ്പിളായിട്ടുള്ള ഷോർട്ട് നോട്ട്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ടെക്സ്റ്റിലെ ഒരു സെൻറ്റൻസ് പോലും സ്കിപ്പ് ചെയ്യാത്ത രീതിക്കാണ് നമ്മൾ ടെക്സ്റ്റിലെ സെയിം സിലബസ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു PDF ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ അത്രത്തോളം സിംപ്ലിഫൈഡ് വേർഷൻ ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്ക്. കാരണം നമ്മുടെ കോഴ്സിൽ കൂടുതലും പ്രായമായിട്ടുള്ളവർ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സൈഡായിട്ട് വേറെ കോഴ്സ് എടുത്ത് പഠിക്കുന്നവരൊക്കെയാണ്. അപ്പോൾ അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള രീതിക്കാണ് നമ്മുടെ നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം. ഓക്കെ, ഇനി പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എക്സാമിന് ഇനി ഒരു 1 മന്ത് ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ 1 മന്ത് ഗ്യാപ്പ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഫസ്റ്റ് സെം എഴുതിയ ആ ഒരു ഗൗരവത്തിൽ, ആ ഒരു ലാഘവത്തിൽ നിങ്ങൾ ഈ ഒരു സെക്കൻഡ് സെമ്മിനെ കാണരുത്. കാരണം സെക്കൻഡ് സെമ്മിൽ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഒരിക്കലും ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനെ കമ്പയർ ചെയ്തുകൊണ്ട് ഒരിക്കലും റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് കാണരുത്. ഗ്രാമറിൽ ബേസ് ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്. പക്ഷേ ഗ്രാമർ അറിയില്ല, കൂടുതൽ പേർക്കും ഗ്രാമറാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഗ്രാമർ അറിയില്ല, ഗ്രാമറിനെ പറ്റിയിട്ടൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് തലേ ദിവസം, എക്സാമിൻ്റെ തലേ ദിവസം, ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനൊക്കെ തലേ ദിവസം എക്സാമിൻ്റെ രാവിലെ പോലും PDF വാങ്ങി പോയി പഠിച്ച് പിറ്റേ എക്സാം എഴുതിയിട്ട് അത്രയും അധികം റെസ്പോൺസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഇതൊരിക്കലും പാസ്സാവാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ല. നല്ല മാർക്കെന്നല്ല പറയണത്, പാസ്സാവാൻ പോലും പറ്റില്ല നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ്. അത്രയും അധികം സിൻസിയർ ആയിട്ടാണ് പറയണത്. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു എക്സാമിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു പോകാം. നിങ്ങൾ ഈ ക്ലാസ്സിൽ തന്നെ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി നടത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. ഓക്കെ, ഇതാണ് നമ്മുടെ നോട്ട്സ് വരുന്നത്. ജസ്റ്റ് ഞാനൊന്ന് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. നമ്മൾ ക്ലാസ് എടുക്കുന്ന രീതിക്ക് ഒരു വീഡിയോ ചെയ്തേ ഉള്ളൂ. താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ. ഇനി എക്സാമിൻ്റെ ആ ഒരു ടൈമിൽ നമ്മളടുത്ത് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളതും വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താഴെ നമ്പർ കൊടുത്തേക്കാം കേട്ടോ. ഇനി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് കോമൺ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് അതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ വരാമെന്ന് റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞത്. ഇനി നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് ക്രിമിനോളജി ആണെന്നുണ്ടെങ്കിൽ ക്രിമിനോളജീൻ്റെ നോട്ട്സും നമ്മുടെ അടുത്ത് ഇതേപോലെയുള്ള ഡീറ്റെയിൽഡ് ബാച്ചായിട്ട് തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. നോട്ട്സ് പ്ലസ് ക്ലാസ് അപ് ടു നിങ്ങളുടെ എക്സാം വരെയുള്ളത്. ഇനി നിങ്ങൾക്ക് BA സോഷ്യോളജിക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ബാക്കി 2 സബ്ജക്ട്സ് ഉണ്ട്. അതായത് സോഷ്യോളജിയും ഹിന്ദിയും അതേപോലെ തന്നെ ജനറൽ ഇക്കണോമിക്സും. ഈ ബാക്കി 2 സബ്ജക്ട്സിൻ്റെയും ജസ്റ്റ് പാസ് ബാച്ച് എന്നുള്ള രീതിക്ക് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് പാസ് ബാച്ച് ആക്കിക്കൂടെ എന്നുള്ള ചോദ്യത്തിന് ആൻസർ ഇതാണ്. അതായത് കുറേ പേര് അങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. അതായത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിൻ്റെ കേസിൽ ഗ്രാമർ ആണല്ലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഒരു കാര്യം പഠിച്ചിട്ടേ നിങ്ങൾക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകുമ്പോൾ അത് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും തന്നെ മനസ്സിലാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആയിട്ട് തന്നെ കണ്ടക്ട് ചെയ്യണത്. താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ. വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മുടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യണത്. സാധാരണക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിക്കാണ് നമ്മുടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യണത്. ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു.